ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. സെമി കണ്ടക്ടർ മേഖലയിലെ പ്രമുഖരുമായി ആശയങ്ങൾ പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികോൺ ഇന്ത്യ സിഇഒ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ജിഎസ്ടി കൌൺസിലിന്റെ 56ാമത് യോഗം ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ പുരോഗമിക്കുന്നു. ജിഎസ്ടി പരിഷ്കരണവും നിരക്ക് മാറ്റവും യോഗം ചർച്ച ചെയ്യും. നക്സലുകളെ നേരിടുന്നതിനായി ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് വിജയകരമായി നടപ്പാക്കിയതിൽ സേനാംഗങ്ങളെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഓണം വാരാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. യമുന നദിയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ ഡൽഹിയിൽ ആശങ്ക. ജമ്മുകശ്മീരിലും ഹിമാചലിലും ശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഏഷ്യാകപ്പ് ഹോക്കി സൂപ്പർ 4 മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. സെമികോൺ ഇന്ത്യ 2025നോടനുബന്ധിച്ച് സെമി കണ്ടക്ടർ മേഖലയിലെ പ്രമുഖരുമായി ആശയങ്ങൾ പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ സമ്മേളനത്തോടനുബന്ധിച്ച് സജ്ജമാക്കിയ പ്രദർശനം പ്രധാനമന്ത്രി വീക്ഷിച്ചു. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് സന്നിഹിതനായിരുന്നു. സെമികോൺ ഇന്ത്യയിലെ സിഇഒമാരുടെ വട്ടമേശ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ഇന്ത്യയുടെ അർദ്ധചാലക ആവാസ വ്യവസ്ഥ സംബന്ധിച്ച ചർച്ചകളാണ് ഇതിൽ നടക്കുക. 3 ദിവസത്തെ സെമികോൺ ഇന്ത്യ സമ്മേളനത്തിന് ഇന്നലെയാണ് തുടക്കമായത്. ജിഎസ്ടി കൌൺസിലിന്റെ 56ാമത് യോഗം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ധനമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പുത്തൻ തലമുറ ജിഎസ്ടി പരിഷ്കരണം, നികുതി നിരക്ക് മാറ്റം തുടങ്ങിയവ യോഗം ചർച്ച ചെയ്യും. പാവപ്പെട്ടവർ, കർഷകർ, ഇടത്തരക്കാർ, സൂക്ഷ്മ ചെറുകിട സംരംഭകർ എന്നിവർക്ക് ആശ്വാസകരമാകുന്ന രീതിയിൽ നികുതി പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരുന്നു. ദീപാവലിയോടെ ജിഎസ്ടി പരിഷ്കാരങ്ങൾ നടപ്പാക്കാനാണ് കേന്ദ്രം ലക്ഷ്യമിടുന്നത്. അവശ്യ സാധനങ്ങളുടെ നികുതി കുറയ്ക്കുക വഴി കച്ചവടക്കാർക്കും ജനങ്ങൾക്കും ഒരുപോലെ ആശ്വാസം പകരുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ചരക്കു സേവന നികുതി പരിഷ്കാര നിർദ്ദേശങ്ങൾ കേരളത്തിന്റെ ധനാഗമന മാർഗ്ഗങ്ങളെ ബാധിക്കുമെന്ന് ആശങ്കയുണ്ടെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ഇത് കൌൺസിൽ യോഗത്തിൽ അറിയിക്കുമെന്നും ജനങ്ങളുടെ ക്ഷേമത്തിനാണ് മുൻതൂക്കം നൽകുകയെന്നും ധനമന്ത്രി ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഇത് 8 സംസ്ഥാനങ്ങളുടെ മാത്രം പ്രശ്നമല്ല. പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ, ഭരണപക്ഷ സംസ്ഥാനങ്ങളൊന്നും വ്യത്യാസമില്ല. വലിയ തോതിൽ ഉള്ള വ്യത്യാസം വരുന്നുണ്ട് ധനാഗമ മാർഗത്തിൽ. അതിനെ കോമ്പൻസേറ്റ് ചെയ്യണം. എല്ലാ സംസ്ഥാനങ്ങൾക്കും ആശങ്കയുണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. സംസ്ഥാനങ്ങളുടെ റവന്യൂ ഉറപ്പാക്കണം എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഛത്തീസ്ഗഡിൽ ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് വിജയകരമായി നടപ്പാക്കിയ സിആർപിഎഫ്, ഛത്തീസ്ഗഡ് പോലീസ്, ഡിആർജി, കോബ്ര ഉദ്യോഗസ്ഥരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരിച്ചു. നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ചരിത്രത്തിലെ സുവർണ അധ്യായമായി ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് ഓർമ്മിക്കപ്പെടുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. രാജ്യം നക്സൽ മുക്തമാകുന്നതുവരെ മോദി സർക്കാർ വിശ്രമിക്കില്ലെന്നും രാജ്യത്തെ ഏറ്റവും അവികസിതമായ പ്രദേശങ്ങളിൽ നക്സലുകൾ വലിയ നാശനഷ്ടങ്ങൾ വരുത്തിവെക്കുന്നതായും ശ്രീ അമിത്ഷാ പറഞ്ഞു. നക്സൽ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഗുരുതരമായി പരിക്കേറ്റ സേനാംഗങ്ങൾക്കായി കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണു ദിയോ സായി, ഉപമുഖ്യമന്ത്രി വിജയ് ശർമ്മ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ് ഇന്ന് രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. രാജ്യത്തെ വ്യവസായ പ്രമുഖരുമായും അദ്ദേഹം സംവദിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണപ്രകാരമാണ് സിംഗപ്പൂർ പ്രധാനമന്ത്രി ഇന്ത്യയിലെത്തിയത്. ഇന്ത്യ സിംഗപ്പൂർ നയതന്ത്ര ബന്ധത്തിന്റെ 60ാം വാർഷിക വേളയിലാണ് ലോറൻസ് വോങ്ങിന്റെ സന്ദർശനം. പ്രൈമറി സ്കൂളുകളോട് ചേർന്ന് അംഗനവാടികൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച മാർഗ്ഗനിർദ്ദേശങ്ങൾ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയവും സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പും ചേർന്ന് ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തുടങ്ങിയവർ പങ്കെടുക്കും. സ്കൂളുകൾക്കുള്ളിലോ സമീപത്തോ അംഗൻവാടി കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളാണ് പുറത്തിറക്കുന്നത്. നേപ്പാൾ, ഭൂട്ടാൻ സ്വദേശികൾക്ക് ഇന്ത്യയിൽ പ്രവേശിക്കുന്നതിന് പാസ്പോർട്ടും വിസയും ആവശ്യമില്ലെന്ന നിലവിലെ സ്ഥിതി തുടരുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കരമാർഗവും വിമാനമാർഗവും രാജ്യത്ത് പ്രവേശിക്കുന്നതിന് ഇളവ് ബാധകമാണ്. അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും മതപീഡന ഭീതി മൂലം 2024 ഡിസംബർ 31 മുൻപായി ഇന്ത്യയിൽ അഭയം തേടിയ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും വിസ, പാസ്പോർട്ട് ഇളവുകൾ ലഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഓണം വാരാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈകുന്നേരം 6 മണിക്ക് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ചലച്ചിത്ര താരങ്ങളായ ജയം രവി, ബേസിൽ ജോസഫ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥികളാകും. ഈ മാസം 9 വരെ 33 വേദികളിലായി വൈവിധ്യങ്ങളായ പരിപാടികളുമായാണ് ഇക്കുറി ഓണം വാരാഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത്. 9-ന് ഘോഷയാത്രയോടെ ഓണാഘോഷത്തിന് സമാപനമാകും. ഓണം പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. ഇന്ന് പൂജകളൊന്നും തന്നെ ഉണ്ടാവില്ല. മറ്റന്നാൾ തിരുവോണ പൂജകൾ നടക്കും. ഓണത്തോടനുബന്ധിച്ച് ഉത്രാടം, തിരുവോണം, അവിട്ടം നാളുകളിൽ സന്നിധാനത്ത് വിഭവസമൃദ്ധമായ ഓണസദ്യ നടക്കും. ഓണക്കാല പൂജകൾ പൂർത്തിയാക്കി 7-ന് രാത്രി 9-ന് നടയടയ്ക്കും. ദേശീയ അധ്യാപക അവാർഡിന് അർഹരായി കേരളത്തിൽ നിന്നുള്ള 2 അധ്യാപകർ. തിരുവനന്തപുരം കല്ലറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കിഷോർ കുമാർ MS, തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സീനിയർ പ്രൊഫസറും അസോസിയേറ്റ് ഡീനുമായ മനോജ് BS എന്നിവരാണ് പുരസ്കാരം നേടിയത്. വർഷങ്ങളായി സംസ്ഥാന ശാസ്ത്രമേളയിൽ പങ്കെടുത്ത അനുഭവ പാടവം വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തിയതാണ് മികച്ച അധ്യാപകനുള്ള ദേശീയ അവാർഡിന് തന്നെ പ്രാപ്തനാക്കിയതെന്ന് ശ്രീ കിഷോർ കുമാർ MS ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. അവാർഡ് കിട്ടിയതിൽ വളരെയധികം സന്തോഷം. കാരണം മുൻ വർഷങ്ങളിലൊക്കെ ഇന്ത്യയിൽ നിരവധി പേർക്ക് കൊടുക്കുമായിരുന്നു. പക്ഷെ അത് ലിമിറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഒരു 45 പേർക്ക് മാത്രമേ അധ്യാപക അവാർഡ് സ്കൂൾ മേഖലയിൽ നിന്ന് കൊടുക്കുന്നുള്ളൂ. 9 മുതൽ ഈ 2024 വരെയും കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ സംസ്ഥാന ശാസ്ത്രമേളയിൽ പങ്കെടുക്കുമായിരുന്നു. ഒരുപാട് ഇന്നവേറ്റീവ് ആയിട്ടുള്ള അധ്യാപകരെ നമുക്ക് കാണാൻ പറ്റും. അവരുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാൻ കഴിയും. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് ക്ലാസ്സുകളിൽ കുറെ ഇന്നോവേറ്റീവായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും. അത്തരം പ്രവർത്തനങ്ങൾ ചെയ്തതായിരിക്കാം ഒരുപക്ഷെ ഈ ഒരു അവാർഡിലേക്ക് എന്നെ എത്തിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വയോജനക്ഷേമത്തിന് സുപ്രധാന ചുവടുവയ്പുമായി കേരളം. സംസ്ഥാന വയോജന കമ്മീഷൻ ഇന്ന് ചുമതലയേറ്റു. മുൻ രാജ്യസഭാംഗം K. സോമപ്രസാദ് ചെയർപേഴ്സണായ 5-അംഗ കമ്മീഷനാണ് സ്ഥാനമേറ്റത്. രാജ്യത്താദ്യമായി വയോജന കമ്മീഷൻ രൂപീകരിക്കുന്ന സംസ്ഥാനമായി ഇതോടെ കേരളം മാറി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ തമിഴ്നാട് സന്ദർശനം തുടരുന്നു. തിരുവാരൂരിൽ നടക്കുന്ന തമിഴ്നാട് കേന്ദ്ര സർവകലാശാലയുടെ 10ാമത് ബിരുദദാന ചടങ്ങിൽ രാഷ്ട്രപതി ഇന്ന് മുഖ്യാതിഥിയായി പങ്കെടുക്കും. യമുന നദിയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്നതിനെ തുടർന്ന് ഡൽഹിയിൽ ആശങ്ക. താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്നും ഡൽഹി ജലവിഭവ മന്ത്രി പർവേശ് ശർമ്മ വ്യക്തമാക്കി. വൈകുന്നേരത്തോടെ യമുനയിലെ ജലനിരപ്പ് കുറയാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ജമ്മുകശ്മീരിലും ഹിമാചൽ പ്രദേശിലും തുടരുന്ന ശക്തമായ മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചു. ചെനാബ്, താവി, രവി തുടങ്ങിയ പ്രധാന നദികൾ എല്ലാം കരകവിഞ്ഞ് ഒഴുകുകയാണ്. ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. ഹിമാചലിലെ കാംഗ്ര, ചമ്പ, മാണ്ഡി, കുളു ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രതയാണ്. ഉത്തരാഖണ്ഡിൽ കനത്ത മഴ തുടരുകയാണ്. മലയോര പ്രദേശങ്ങളിലെ മണ്ണിടിച്ചിലും സമതലങ്ങളിലെ വെള്ളപ്പൊക്കവും ജനജീവിതത്തെ സാരമായി ബാധിച്ചു. പ്രധാന നദികളിലെ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലാണ്. ഏഷ്യാകപ്പ് ഹോക്കി സൂപ്പർ 4 മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ഗ്രൂപ്പ് മത്സരങ്ങൾ പൂർത്തിയായപ്പോൾ ഇന്ത്യ, ചൈന, മലേഷ്യ, ദക്ഷിണ കൊറിയ എന്നീ ടീമുകളാണ് സൂപ്പർ 4ലേക്ക് യോഗ്യത നേടിയത്. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ ഇന്ന് കൊറിയയെ നേരിടും. സൂപ്പർ 4ൽ ആദ്യമെത്തുന്ന 2 ടീമുകളായിരിക്കും ഫൈനലിൽ മത്സരിക്കുക. അഫ്ഗാനിസ്ഥാൻ ഭൂകമ്പത്തിൽ മരണസംഖ്യ 1400 പിന്നിട്ടു. ആയിരക്കണക്കിന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അഫ്ഗാനിസ്ഥാന്റെ കിഴക്കൻ മേഖലയിൽ ഞായറാഴ്ചയാണ് 6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. ഒട്ടേറെ പേർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ദുരിതബാധിതർക്കുള്ള അടിയന്തര സഹായമായി 21 ടൺ അവശ്യവസ്തുക്കൾ ഇന്ത്യ ഇന്നലെ വ്യോമമാർഗം അഫ്ഗാനിസ്ഥാനിൽ എത്തിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ സഹായം എത്തിക്കുമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. സെമി കണ്ടക്ടർ മേഖലയിലെ പ്രമുഖരുമായി ആശയങ്ങൾ പങ്കുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമികോൺ ഇന്ത്യ CEO സമ്മേളനത്തിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. GST കൌൺസിലിന്റെ 56ാമത് യോഗം ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ അധ്യക്ഷതയിൽ പുരോഗമിക്കുന്നു. GST പരിഷ്കരണവും നിരക്ക് മാറ്റവും യോഗം ചർച്ച ചെയ്യും. നക്സലുകളെ നേരിടുന്നതിനായി ഓപ്പറേഷൻ ബ്ലാക്ക് ഫോറസ്റ്റ് വിജയകരമായി നടപ്പാക്കിയതിൽ സേനാംഗങ്ങളെ അഭിനന്ദിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഓണം വാരാഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തിരുവനന്തപുരത്ത് നിർവഹിക്കും. യമുന നദിയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ ഡൽഹിയിൽ ആശങ്ക. ജമ്മുകശ്മീരിലും ഹിമാചലിലും ശക്തമായ മഴയിൽ ജനജീവിതം ദുരിതത്തിൽ. ഏഷ്യാകപ്പ് ഹോക്കി സൂപ്പർ 4 മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.